Variety, variety, variety. I avoid it, but variety likes me. I can't avoid it. Oh, hi. അപ്പോൾ റിയാക്ഷൻ വീഡിയോ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, കുറേ പേരൊക്കെ കിട്ടിയില്ലാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റിട്ട്. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്, റിയാക്ഷൻ വീഡിയോ നല്ലൊരു കിട്ടില്ല വീഡിയോ ആണ്. കാരണം ഒരൊറ്റ തിയേറ്റർ റെസ്പോൺസ് വീഡിയോയിൽ വന്നു. പുള്ളിക്കാരൻ കയറിങ്ങ് വേറെ ആരാണ് മനസ്സിലാക്കണമല്ലേ, നമ്മൾ അശ്വിൻ ഭാസ്കർ കയറി അതിനങ്ങ് റിമിക്സ് ചെയ്തു. നമ്മുടെ ആറാട്ട് സിനിമയ്ക്ക് തിയേറ്റർ റെസ്പോൺസ് ചോദിച്ചപ്പോൾ ഒരു പുള്ളിക്കാരൻ വന്നിട്ട് ലാലേട്ടൻ ആറാട്ടുകയാണെന്ന് ഇങ്ങ് പറഞ്ഞു. പുള്ളിക്കാരൻ കയറി വരല്ലേ. കുറച്ച് ദിവസം മുമ്പ് വരെ ഇൻസ്റ്റാഗ്രാമിൽ ഫുള്ള് ട്രെൻഡിങ് ചെയ്യുന്ന ആ ഒരു ഓഡിയോയിൽ നമ്മുടെ ബെസ്റ്റ് ഫീൽഡിൽ എന്തൊക്കെ വീഡിയോ വന്നിട്ടുണ്ടോ നോക്കിയാലേ. അപ്പോൾ എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് അടിപൊളി സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി സ്വാഗതം. നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആരാടുകയാണ് ആ ഒരു റിമിക്സ് സോങ് ഉണ്ടല്ലോ, ആ സോങ്ങിൽ ഒരുപാട് റിയാക്ഷൻ വീഡിയോ നമ്മുടെ യൂട്യൂബിലുള്ള ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ ചേച്ചിമാർ ഡാൻസ് കളിക്കുന്നതും അല്ലാതെ പയ്യന്മാരെ കിടന്ന് അരടുന്നതും അതിനൊക്കെ ചോദിച്ചു. പക്ഷേ ബെസ്റ്റിൻ്റെ വീഡിയോസിൽ ഈ ഒരു സോങ് എത്രത്തോളം കിടിലം വീഡിയോ ചെയ്തിട്ടുണ്ടോ, അതോ കോമഡി വീഡിയോസ് ചെയ്തിട്ടുണ്ടോ, അതോ അതിനേക്കാൾ അപ്പുറമായിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കിയാലേ. അപ്പോൾ ചേച്ചിമാരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് റീൽസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബസ് ഫീൽഡിലുള്ള ഈ ഒരു റീല് നമ്മുടെ ബസ്സിൻ്റെ അകത്ത് കിടന്നിട്ടാണ് നമ്മൾ ഈ സർക്കിൾ ഫിഷ് എന്നുള്ള ഈ ഒരു ചേച്ചി ഡാൻസ് കളിക്കുന്നത്. ആ ഒരു എക്സ്പ്രഷൻസ് നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഇന്ത്യയിലുള്ള ആ ബാക്ക് ആ ഒരു പഞ്ച് ബോക്സ് ഒക്കെ കാണാൻ വെച്ചത്. അപ്പോൾ അതിൻ്റെ വണ്ടി എന്നുള്ള ആറാടുകയാണ് വൈബാണ്ട് കൈസ്. കൊമ്പൻ്റെ ആ ഒരു വരവെന്ന് പറയുമ്പോഴേ രക്ഷയില്ലാത്ത ഒരു ലുക്ക് തന്നെയാണ്. ആ ഒരു ബ്ലാക്ക്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ബസ്സുകളിൽ ട്രെൻഡിങ് ആണ് ഗൈസ്. ദാവൂദിന് ഏത് സോങ് ഇട്ട് കൊടുത്താലും മാസാണ് ഗൈസ്, അതിനെ പ്രത്യേകം പറയണ്ടല്ലോ. ബാക്ക്ഗ്രൗണ്ടിൽ ഏതൊക്കെയോ വണ്ടികൾ കിടക്കുന്നുണ്ട്. ചെക്കൻ്റെ ഫ്രണ്ടായാലും ബാക്കായാലും ദാവൂദ് എന്ന് പറയുമ്പോൾ ഒരു വികാരമാണല്ലോ ഗൈസ്. പക്ഷേ കൊമ്പൻ്റെ ഉള്ള പ്രത്യേകത ഏത് പാട്ട് BGM ഇട്ട് കൊടുത്താലും അത് മാസം. പിന്നെ ഇപ്പം പിന്നെ ദാവൂദിന് നമ്മൾ BGM ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, പുള്ളിക്കാരൻ തന്നെ BGM ഇട്ട് വന്നോളൂ, നമ്മൾ വീഡിയോ എടുത്താൽ മാത്രം മതി. വേറെ ലെവലാണ് ഗൈസ്. മറ്റേ ഈ വീഡിയോയിൽ ഓഡിയോ വണ്ടിക്കകത്ത് ഇട്ടിരിക്കുന്ന ഇന്ത്യയിലാണ്, എക്സ്ട്രാ ചേർത്തതല്ല, അകത്തുള്ള വീഡിയോസാണ്, ഒരു ഓഡിയോ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടിക്കകത്തിട്ടിരിക്കുന്ന പാട്ട് അതിൽ ഫസ്റ്റ് തുടങ്ങിയപ്പം ബാസ് ഒന്നുമില്ല, പക്ഷെ ഒരു രണ്ടാമത്തെ വരെയുടെ ആറാമത്തേക്ക് വീണ്ടും വന്നപ്പോൾ ഒരു ബാസ് വന്നപ്പോൾ പിള്ളേരുടെ ഡാൻസ് ഉണ്ട്. അത്താണ് മോനി പവർ. ചേച്ചിമാര് ബാക്കി കിടന്ന് ഡാൻസ് കളിക്കുന്നു, ഫ്രണ്ടിലൊരു മാമൻ തല്ലച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരു ആൻറ്റി ചുമ്മാ നിൽക്കുന്നു. ആ മാമന്റെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഇതിനെക്കാലം പഠിച്ചതാ. ഒരു പ്രത്യേകത പറഞ്ഞില്ല, ഈ ഒരു വീഡിയോ കാണുമ്പോൾ മിക്കവരും ഈ ഡാൻസ് കളിക്കുന്ന പിള്ളേരെയും ചേച്ചിമാരെയൊക്കെ നോക്കുന്നത്. പക്ഷേ വണ്ടി പ്രാന്തന്മാർ നോക്കുന്ന എവിടെയാണെന്നറിയാമോ? കറങ്ങിയടിക്കുന്ന ലൈറ്റിലും സ്പീക്കറിലും ബാക്കിൽ പിന്നെ എന്തായിരിക്കുന്ന അക്രിലിക് വർക്ക്. ഇതെങ്ങനെ എനിക്ക് മനസ്സിലായതല്ലേ, ഞാൻ അവിടെ നോക്കിയേ സത്യം. ആ തീർന്നപ്പോ പാട്ട് മാറ്റി വീണ്ടും അതെ
ഇത് ആറാടുകയാണ് ആറാടുകയാണ് തകർത്തുണ്ട് ആറാടുകയാണ് ആറാടുകയാണ് ഇത് ആറാടുകയാണ് ആറാടുകയാണ് കോമഡി ഉണ്ടോ ആക്ഷൻ ഉണ്ടോ വണ്ടിക്കകത്ത് കിടന്ന് അറുമാദിക്കാൻ അത്ര വർക്കൊന്നും ഇല്ല, വർക്കൊന്നും വേണ്ട എന്ന് ഈ വീഡിയോ ആണ് മനസ്സിലാവും. പക്ഷെ എന്നിട്ട് പറഞ്ഞല്ലേ ടൂറിസ്റ്റ് ബസ് എന്ന് പറയുമ്പോൾ ഉയരാണ് കേസ്. ചെറിയ വണ്ടിയാണ്. ഇത് ആറാടുകയാണ് ആറാടുകയാണ് തകർത്തുണ്ട് ആറാടുകയാണ് ആറാടുകയാണ് ഇത് ആറാടുകയാണ് ആറാടുകയാണ് കോമഡി ഉണ്ടോ ആക്ഷൻ ഉണ്ടോ മ്യൂസിക് ഉണ്ടോ മാഷ് ഉണ്ടോ ഇത് ആ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ അതാണ് ഈ പാട്ടിലെ ഹൈലൈറ്റ്. പിന്നെ ഈ വണ്ടി കൊച്ചു വണ്ടിയാണ്, പക്ഷെ കൊച്ചു വണ്ടിയിൽ വർക്ക് ചെയ്ത് ലൈസറുകളായാലും ലൈറ്റായാലും ഫുൾ നിയോണൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ചെറിയ വണ്ടിയാ, എനിക്ക് 12-13 സീറ്റർ ബസ്സാണ്, ചെറിയ വണ്ടിയാ. ആ ഒരു വണ്ടിയിലാണ് ബാക്ക് 5 ബോക്സിലൊക്കെ ഈ നിയോൺ വർക്കൊക്കെ ആയിട്ട് കിഡിലാക്കി വെച്ചിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം തുറന്ന ടൂറിസ്റ്റ് ബസ്സിന്റെ വീഡിയോ ഉണ്ട്. കറക്റ്റ് 4ാമത്തെ 5ാമത്തെ വീഡിയോ തമിഴിന്റെ ആയിരിക്കും ഉറപ്പാ. തമിഴ്നാട് ബസ് ടൂറിസ്റ്റ് ബസ്, ഉയരെന്ന് പറയുമ്പോൾ കേരള ടൂറിസ്റ്റ് ബസ്, തമിഴ്നാട് ടൂറിസ്റ്റ് ബസ് എല്ലാം നമ്പണ്ട. ഇത് ആറാടുന്നല്ല ഗൈസ്, അറുമാദിക്കുക. തമിഴ് പസം കേട്ടാ. സീരിയസ്ലി ആറാടുന്നില്ല, അറുമാദിക്കുക. തമിഴന്മാരും എന്റെ പൊന്നെ വൈബ് എന്നൊക്കെ പറഞ്ഞ മച്ചന്മാരെ വേറെ ലെവലാണ്. തകർത്തുണ്ട് ഈ ആറാടു എന്നുള്ള സോങ് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചപ്പം ആദ്യം വണ്ടി കാണിച്ചിട്ട് രണ്ടാമത് വണ്ടിക്കകത്ത് പിള്ളേരെ കിടന്ന് കളിക്കുന്ന കാണിക്കും. പറ്റിച്ചു ഗൈസ്. പക്ഷെ ഓട്ടോപാക്സിന്റെ വണ്ടി, ആ വണ്ടി എടുത്ത് പറയണല്ലോ ഗൈസ്. ട്രാവലർ സെഗ്മെന്റില് ആറാട്ടാണ്, ആറാടുന്ന വണ്ടിയാണ് ഗൈസ് ഓട്ടോപാക്സിന്റെ ആറാട്ട്. ഇത് ആറാടുകയാണ് തകർത്തുണ്ട് തമിഴന്മാര് വന്ന് ഒരു രക്ഷയില്ല. ശവന്മാര് എവിടെ വേണോ വണ്ടി ഷോ കാണിക്കല് അവിടെ തീപ്പൊരി കത്തിച്ചിരിക്കും. തീപ്പൊരി കത്തിക്കും. തമിഴന്മാരിപ്പൊ അങ്ങനെ എവിടെ വെച്ച് ഷോ കാണിക്കാണ്ട് അവിടെ വെച്ച് ഉമ്മാര് കൊരാപ്പ് കത്തിക്കും. അയ്യോ അയ്യോ. ഓ, ലൈറ്റ് എല്ലാം കയറ്റി, പിക്സൽ ലൈറ്റ് എല്ലാം കയറ്റി പൂരപ്പുറമ്പാക്കി വെച്ചിട്ടുണ്ട്. തീപ്പൊരി അതമ്മമാർക്ക് മസ്റ്റാണ് ഗൈസ്. തകർത്തുണ്ട് പെട്രോൾ പമ്പിൽ ഡീസൽ അടിക്കാൻ നിർത്തിയപ്പോൾ അവിടെ വെച്ചും പാട്ടിട്ട് ഡാൻസ് കളിക്കുന്നത്. അതാണ് മറ്റന്മാര് പവർ. ട്രെൻഡിങ് സെഗ്മെന്റിൽ ഈ ഒരു ആറാടുകയാണെന്നുള്ള പാട്ടിന്റെ സെഗ്മെന്റില് മൊത്തം ട്രാവലറിന്റെ വീഡിയോ ആണെന്ന് തോന്നുന്നു. ബസിന്റെ വീഡിയോ സൂപ്പറാണ്. Wait a minute. Who are you? ഇത് ആറാടുകയാണ് തകർത്തുണ്ട് ഇത് ആറാടുകയാണ് കോമഡി ഉണ്ടോ ആക്ഷൻ ഉണ്ടോ മ്യൂസിക് ഉണ്ടോ മാഷ് ഉണ്ടോ ഇത് ഇതും ആരാടുന്നല്ല ഗൈസ്, ഇത് വേറെ എന്തോ സംഭവമാണ്. ഇത് എനിക്ക് ഈ ഒരു ഗ്യാങ് 4-5 ചേച്ചിമാരുടെ ഗ്യാങ്ങിലുള്ളവരെടുത്ത വീഡിയോ ആണ് തോന്നുന്നു ഗൈസ്. അവരാറ്റൂർ അറുമാദിക്കുന്ന വീഡിയോ.
അരടിക്കുക തകർത്തുണ്ട് ടഫ് സ്റ്റെപ്പ് ഗൈസ്, ടഫ്. ഇത്രത്തോളം ടഫായ സ്റ്റെപ്പ് വേണമായിരുന്നു. ഇതിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പാണ് ഗൈസ്. ടഫ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് നമ്മളൊരു എല്ലാവരും ചേർന്നുള്ള ഒരു സ്റ്റെപ്പൊക്കെ ഇട്ട് പയ്യന്മാര് ട്രിപ്പ് എൻജോയ് ചെയ്യണോ, എല്ലാം മറന്നങ്ങ് വൈപ്പാവും, എല്ലാം മറന്നു. ടെൻഷനായാലും മറന്നെങ്കിൽ സന്തോഷമുള്ളവരായാലും ദുഃഖമുള്ളവരും എല്ലാം മറന്ന് കൂടെ ഉള്ളവരായിട്ട് ചേർന്ന് തിമിർക്കണം ഗൈസ്. അത് ഈ വീഡിയോ ആണ് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ആക്കിയതാണ്. കാരണം പിള്ളേരൊക്കെ ഒറ്റയ്ക്ക് വന്നിരുന്ന് ഡാൻസ് കളിച്ച പയ്യന്മാരും എല്ലാവരും ഡാൻസിലൊക്കെ ട്രെൻഡിങ് ആകാൻ പോലും. പക്ഷെ ഈ ചെറുക്കൻ നമ്മുടെ ഈ പയ്യ ഒറ്റയ്ക്ക് വന്ന് ആക്കിയതാണ്. എന്താടാ എൻ്റെ ഡാൻസ് ആർക്കും കാണണ്ടേ എന്നുള്ള രീതിയിൽ അവൻ ആക്കിയതാണെന്ന് ചോദിച്ചു. പക്ഷേ അവൻ ഇതിൽ കാണിച്ച് വെറൈറ്റി എന്ന് പറയുമോ, ബസ്സിനകത്ത് നിന്ന് അവൻ കളിച്ചു. അതാണ് ബസ് പ്രാന്തന്റെ ഒരു പ്രത്യേകത. ബസ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് നിർത്തി അവ എന്തും ചെയ്യും. തകർത്തുണ്ട്. ലൂമിയറിന്റെ ആ ഒരു ബ്ലാക്ക് ഗ്രാഫുള്ള വണ്ടി അത്താൻ. എന്താണ് അവിടെ സ്ലോമോയില് പരിപാടി? ബസ്സിനകത്തുള്ള വൈബ് ഒരൊറ്റ വീഡിയോയിൽ കാണുന്നു. ഈ വീഡിയോ ഉണ്ടാകും ഫുൾ ടഫ് സ്റ്റെപ്സ് ഉള്ളി എന്ന് പറയുന്നത് പോലെ ആ ഒരു വണ്ടിക്കകത്തുള്ള ചില്ല മൂമെന്റ്, ആ ഒരു മൊമെന്റ് മൊത്തം ഈ വണ്ടിക്കകത്ത് ഈ ഒരു വീഡിയോ കാണും. ഒരു 26 സെക്കൻഡ് ഈ ടൂർ പോയ പിള്ളേർ അടിച്ച് പൊളിക്കുന്ന കിട്ടില്ല വീഡിയോ ആണ്. ആറാട്ടല്ല കേസ്, അറുമതിപ്പൻ കുന്തളിപ്പ്. അങ്ങനെ വരട്ടെ. ആ 2-3 അപ്പുറത്ത് കിടന്ന് ചുമ്മാ ഒറ്റയ്ക്ക് അറുമാദിച്ചപ്പോ ബാക്കിയുള്ള എത്ര ഉണ്ടോ എല്ലാം ഒരുമിച്ച് കിടന്ന് അറുമാദിക്കുന്ന 2 ഗീസ്. അത്താണ്ട് പവർ. ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ ഒരുമിച്ച് കിടന്ന് അറുമാദിക്കുന്നതല്ലേ ആറാട്ട്. അപ്പോൾ ചമ്മരെ ഇത്രയൊക്കെല്ലാം നമ്മുടെ ബസ്സിന്റെ അകത്തുള്ള വീഡിയോസ്, ബസ്സിന്റെ അകത്തുള്ള ആറാടുകയാണെന്നുള്ള സമയത്തുള്ള ട്രെൻഡിങ് വീഡിയോസ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇതിൽ നിന്നെല്ലാം ഞാൻ കണ്ടിങ് വന്നപ്പോൾ എനിക്ക് ഒരു വീഡിയോ ഇഷ്ടമായി. അത് അവസാനം കാണിക്കണമെന്ന് വിചാരിച്ചോണ്ടിരുന്നതാണ്. വണ്ടിഭ്രാന്തൻ ആറാടുന്ന വീഡിയോ. ആറാടുന്നു എന്ന് പറഞ്ഞാൽ നീരാടുന്ന വീഡിയോ. കിടിലാണ്. ഒരു വണ്ടിഭ്രാന്തൻ, ഒരു വണ്ടിയെ സ്നേഹിക്കുന്നവൻ, അവൻ എന്ത് ചെയ്താലും അവന്റെ കൂടെ വണ്ടി ഉണ്ടാവും. അതിപ്പോ അവൻ കുളിച്ചാലും ശരി, വണ്ടിയെ കുളിപ്പിച്ചിട്ട് അവൻ കുളിക്കും. തകർത്തുണ്ട്. മച്ചാനെ നിങ്ങൾ വേറെ ലെവലാണ്. കാരണം ലൈലാൻഡ് ഒറ്റ കാര്യം മതി, വേറെ ഒന്നും പറയണ്ട മച്ചാണ്. നിങ്ങൾ വേറെ ലെവലാണ്. എന്നാലും ഉറങ്ങിയാലും എല്ലാ വണ്ടിയുടെ കേട്ടെ വണ്ടി അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമ്മുടെ ഈ സമൂഹത്തിനുണ്ട്. എല്ലാ വണ്ടി പ്രാന്തന്മാർക്കും ബിഗ് സല്യൂട്ട് ഗൈസ്. കിട്ടാനൊന്നും ഇല്ല, അങ്ങോട്ട് കൊടുക്കാനും ഉണ്ടാവും. നഷ്ടങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ലാഭം പ്രതീക്ഷിക്കാതെയാണ് ഈ ഫീൽഡ് എല്ലാവരും നിൽക്കുന്നത്. പെണ്ണിനെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ ഫീലിംഗ് ആണ് വണ്ടി ഇഷ്ടപ്പെടുന്നത്. ആ വണ്ടിയുടെ കൂടെ പോകുന്നു, ആ വണ്ടി റോഡിൽ വെച്ച് കാണുമ്പോൾ പോലും സ്വർഗമാണ് മോനെ. ആരാടുകയാണ്. അപ്പോൾ മച്ചാ അടുത്ത ട്രെൻഡിങ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. മച്ചാ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ പോകുന്നു, ജസ്റ്റ് ഫോളോ ചെയ്തേക്കുക. പിന്നെ അഭിപ്രായങ്ങൾക്ക് കമന്റ് ചെയ്യാനും ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയക്കാനും എന്നെ വോട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മച്ചാ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഫ്രം മോഗ്ര വ്ളോഗ്സ്. ബൈ ബൈ.